തിരഞ്ഞെടുപ്പ് ആവേശം തിടമ്പേറ്റിയ തൃശൂരിൽ കരിവന്നൂരിലെ കോടികളുടെ പകൽ കൊള്ള മുതൽ ലൂർദ് പള്ളിയിലെ സ്വർണ്ണ കിരീടം വരെ തീപാറും ചർച്ചയാണ്. സുരേഷ് ഗോപി കിരീടം സമർപ്പിച്ചപ്പോൾ തുടങ്ങിയ വിവാദം പതിയെ സമൂഹ മാധ്യമങ്ങളിലൂടെ ചൂടുപിടിച്ച് തിരഞ്ഞെടുപ്പ് വേദിയിലേക്കുമെത്തി. കിരീട സമർപ്പണമൊക്കെ വ്യക്തിപരമായ കാര്യമല്ലേ എന്ന് പറഞ്ഞ് നൈസായി ഒഴിയുകയാണ് ഇപ്പോൾ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറും TN പ്രതാപൻ MP-യും. കിരീടം പൂർണ്ണമായും തീർത്തത് സ്വർണ്ണത്തിലെന്ന് സുരേഷ് ഗോപി എപ്പോഴെങ്കിലും പറഞ്ഞോ എന്നാണ് BJP നേതാക്കളുടെ ചോദ്യം. വിശ്വാസിയും പള്ളിയും തമ്മിലുള്ള ഇടപാടിൽ നിങ്ങൾക്കെന്ത് കാര്യമെന്ന് സ്ഥാനാർത്ഥിയും ചോദിക്കുന്നു. കേരളത്തിൽ ഏറ്റവും ആദ്യം തിരഞ്ഞെടുപ്പ് അംഗം മുറുകിയ സ്ഥലമേത് എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമേ ഉള്ളൂ, അതാണ് തൃശൂർ. വികസനവും വികസന മുരടിപ്പും ബാങ്ക് കൊള്ളയും വെറുപ്പും സ്നേഹവും എല്ലാം ചർച്ചയാകും. ഇപ്പോഴത്തെ ചർച്ച ഒരു സ്വർണ്ണ കിരീടത്തെ ചൊല്ലിയാണ്. കഴിഞ്ഞ മാസം ലൂർദ് പള്ളിയിൽ സുരേഷ് ഗോപി സമർപ്പിച്ച കിരീടത്തിൽ എത്ര സ്വർണ്ണമുണ്ട് എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ LDF UDF പ്രൊഫൈലുകൾ തിരയുന്നത്. പാർട്ടി വേദികളിൽ ചില നേതാക്കന്മാരും അത് ചർച്ചയാക്കുന്നുണ്ട്. തൃശൂരിലെ സഭാ വോട്ടുകളാണ് കിരീടത്തിന്റെ ലക്ഷ്യമെന്നാണ് ഇടത് വലത് മുന്നണികൾ പറയുന്നത്. കിരീടം സമർപ്പിക്കുമ്പോൾ അതിൽ എത്ര ഗ്രാം സ്വർണ്ണമുണ്ടെന്ന് സുരേഷ് ഗോപി വെളിപ്പെടുത്തിയിരുന്നില്ല. അത് പറയേണ്ട കാര്യമില്ല എന്നാണ് പള്ളി കമ്മിറ്റിയും നിലപാടെടുത്തത്. പക്ഷേ ചെമ്പ് എത്ര സ്വർണം എത്ര എന്നറിയണമെന്ന ചർച്ച വീണ്ടും കൊഴുക്കുന്നു. സമർപ്പിച്ച തനിക്കും ഏറ്റുവാങ്ങിയ പള്ളിക്കുമില്ലാത്ത കുഴപ്പം ആർക്കാണുള്ളതെന്നാണ് സുരേഷ് ഗോപി ചോദിക്കുന്നത്. അവർക്ക് വിവാദമല്ല, വിരോധം സൃഷ്ടിക്കണം. അതിന് വർഗീയത ഉപയോഗിക്കുന്നു. ഒരു ഹിന്ദുവിനൊക്കെ കിരീടം വെക്കാൻ കേട്ടോ, താങ്കൾ ഒരിക്കലും ആ പ്രശ്നമില്ല. പ്രശ്നമുള്ളവർ ഇതിനകത്ത് അധികം ചർച്ചിക്കണ്ട കേട്ടോ. ചെമ്പെന്നൊക്കെ പറഞ്ഞിട്ട് ട്രോൾ ഇറങ്ങുന്നത് അതല്ലേ എനർജി. അതൊരു തരം അവഹേളനമാണ്. ആ അവഹേളനം എനിക്ക് എനർജിയാണ്. കീപ് ഡൂയിങ് ഇറ്റ്. ആരോപണം അണികളും നേതാക്കളും ശക്തമായി ഉന്നയിക്കുമ്പോഴും വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടില്ല എന്ന നിലപാടാണ് LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിനും കോൺഗ്രസ് നേതാവ് TN പ്രതാപനും. തെരഞ്ഞെടുപ്പിന് ശരിക്കും രാഷ്ട്രീയമായിട്ടാണ് നേരിടേണ്ടത്. രാഷ്ട്രീയം പറഞ്ഞ് നമുക്ക് ജനങ്ങളുടെ അടുത്തേക്ക് പോകാം. വ്യക്തിപരമായ ആക്ഷേപങ്ങൾ, വ്യക്തിപരമായ വിമർശനങ്ങൾ, ഇതിനെ അല്ലെങ്കിൽ ചെമ്പ്, തങ്കം, സ്വർണം എന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. വ്യക്തിഹത്യകളിലേക്കൊന്നും തെരഞ്ഞെടുപ്പിനെ കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ കൊണ്ടുപോകേണ്ട കാര്യവും തെരഞ്ഞെടുപ്പിലില്ല. അപ്പോൾ അവിടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ് പ്രധാനമായും. രാഷ്ട്രീയം ചർച്ചയ്ക്ക് പകരം മറ്റ് ചർച്ചകളൊക്കെ വരികയാണ്. നിങ്ങൾ പത്രക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഞങ്ങൾ ആരും സ്ഥാനാർത്ഥികളല്ലല്ലോ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും തൃശ്ശൂരിൽ ഇപ്പോൾ കിരീടം ഒരു ചർച്ചാ വിഷയം തന്നെയാണ്. ഇലക്ഷൻ ട്രോളുകളിൽ മുന്നിൽ കിരീടവും സുരേഷ് ഗോപിയും തന്നെ. 7 നിയമസഭാ മണ്ഡലങ്ങളും തങ്ങളുടെ കൈവശമാണെന്ന ആത്മവിശ്വാസത്തിൽ LDF ഒന്നാം ഘട്ട പ്രചാരണം പൂർത്തിയാക്കാനിരിക്കുമ്പോൾ പ്രഖ്യാപനത്തിന് മുൻപേ തന്നെ TN പ്രതാപൻ മണ്ഡലം മുഴുവൻ സ്നേഹ സന്ദേശയാത്രയുമായി നടന്നെത്തിക്കഴിഞ്ഞു. തൃശ്ശൂരിൻ്റെ കിരീടം ആരെടുക്കുമെന്ന കാര്യത്തിൽ തീരുമാനം ജനങ്ങളെടുക്കും. പക്ഷെ അതിനെല്ലാം മുമ്പേ ഇനിയും നമ്മൾ എന്തൊക്കെ കാണാനിരിക്കുന്നു. മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.